ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കൊട്ടയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയുടെ അസ്രായേൽ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഉഷ ഉടുപ്പ് പാടിയ പാട്ടാണ്. അപ്പം ഫസ്റ്റ് മറ്റേ എമ്പുരാനെ എന്ന് പറഞ്ഞു മറ്റേ ലൂസിഫറിലെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഒരു പാട്ട്. മിക്കവാറും അടുത്ത 3യുടെ ടൈറ്റിൽ ഇതാവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറിയില്ല, അങ്ങനെ പ്രത്യേകം പറഞ്ഞു. അല്ല, ഇത് കേൾക്കുന്നുണ്ട്. അത് കേട്ടാണോ എല്ലാരും പറയുന്നത്? അപ്പം അതിന്റെ ലിറിക്സ് വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ തന്നെ കുറെ മറ്റേ ലാസ്റ്റിൽ പേപ്പർ കട്ടിങ്സ് ഒക്കെ കാണിക്കുമ്പോൾ പടത്തിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അതിന്റെ അടുത്ത പടത്തിന്റെ സെറ്റപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ള സൂചനകളൊക്കെ ഇതിലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. തിയേറ്ററിൽ കുറെ പഴച്ചോമായി രണ്ടിച്ച് ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുണ്ട്. അവന്മാർക്കിതൊന്നും വേണ്ട. പക്ഷെ ഇത് മൊത്തം വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. തമോലോകധാര വാഴും ഷഹൻഷാ നീ തന്നെയോ പാരാക്കി ചാരും നീയത്തിൻ ചോരാ നിരന്തരമായി വാനം തുളയ്ക്കും തോക്കിൻ്റെ കാച്ചിയതോ ഏലോഹിൻ തൻ്റെ പകയോടെ നിന്റെ ഖിയാമപ്പുതുപ്പിൻ പദം മൂടുമോ തീരോടെ വെല്ലും കിരാട സ്വരൂപം കിരാത സലാരായി കടം മായ്ക്കുമോ രാജോറിനടുത്ത് പറയുന്നത് വ്യവസായല്ലേ? വ്യവസായല്ലേ? ഈരാവിൻ തലൈവാ തീരാനിൻ ഗാഥ സ്വർഗാധികാരം തേടാത്ത താരം നീ തന്നെയോ ദൈവങ്ങൾ നിന്റെ ദുർഗങ്ങൾ കണ്ടേ കാതശമാലായി കരതാണ്ടുമോ നീറായി ജനിക്കും നീ നാൾ മരിക്കും വിശാപത്തുരുത്തായിടം മാറുമോ നല്ല പാട്ടാ. പക്ഷെ നമ്മുടെ അതിനത്രയും എമ്പുരാന്റെ അത്ര ഒരു എമ്പുരാന് കിട്ടില്ല. 3ന്റെ കഥയൊക്കെ അവൻ എഴുതാൻ തോന്നുന്നു. എന്തെന്നറിയോ? മുരളി ഗോപി മാത്രമേ ആന്റണി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റേ
ഇത് വായിക്കാൻ വേണ്ടി ഇരുന്നിട്ട് തുറക്കുമ്പോൾ മകം വായിക്കാൻ എല്ലാം പടപെട്ടേന്ന് പറഞ്ഞു. എന്തായാലും എമ്പുരാൻ വിവാദങ്ങൾക്കിടയിൽ അന്നേരം ഇതിനൊന്നും ഒരു കുറവില്ല. ധൈര്യമുള്ള അപ്പുവാറിന് പ്രണവിന്റെ ഫോട്ടോ എന്നാണ് ചെറുക്കി കൊണ്ട് കേട്ടത്. ഇന്നലെ അത് ഇന്നലെ അതും ഒരു ദിവസമായി. ഇപ്പം 24 എമ്പുരാൻ തിയേറ്ററിൽ കളക്ഷനായി കിട്ടുന്നുണ്ട്. വെട്ടും കിട്ടി കളക്ഷനും കിട്ടുന്നുണ്ട്. വെട്ടിനേക്കാൾ കൂടുതൽ കളക്ഷനായി കിട്ടും. അതെ, എന്തായാലും വെട്ടുന്നതിന് മുമ്പത്തെ ദിവസങ്ങൾ മുടിഞ്ഞ കളക്ഷൻ 11 കോടി 10 കോടി എന്തോ അറിയണമല്ലോ അപ്പൊ എല്ലാരും. സുരേഷ് ചേട്ടന്റെ ഒരു ഡ്രാമ സാധനം ഉണ്ടായിരുന്നു. പനിയല്ല, ആന്റണി സാറിന്റെ ഡ്രാമ സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങള് തന്നെ ചിന്തിച്ച് ഞങ്ങള് തന്നെ ചെയ്താണ്. സമൂഹത്തോട് പാടം ഇറങ്ങുന്നതിന് ഉത്തരവാദിത്വമില്ല. അങ്ങനല്ല, വെട്ടിയത് എന്തൊക്കെയാ? ബജരംഗി എന്നുള്ള പേര്, പിന്നെ മറ്റേ ഗുജറാത്തിലെ കാണിക്കുന്ന സാധനം, പിന്നെ മറ്റേ NIA സാധനം. ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? നല്ല ആർക്കും സംശയമൊന്നുമില്ല. അവരുടെ സ്വന്തം ഇഷ്ടപ്പെടാൻ കാര്യമായിട്ടാണ്. മേജാണ് സന്തോഷമായി കാറ് പിന്നെ മേജറെണ്ണം പറയും സാർ നേരത്തെ പടം കണ്ടായിരുന്നു. അതെ, കണ്ടായിരുന്നു. ഇനി ഫ്ലൈറ്റ് പിന്നെ ഒന്നുകൂടെ മാറ്റും. പക്ഷെ അതിനൊക്കെ നമ്മുടെ മുരളീഗോപി എന്റെ ചുവരിൽ ഒരാളുടെ ഫോട്ടോ. അതെ അതെ, മുരളീഗോപി എന്റെ പറഞ്ഞിട്ട് നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെട്ടില്ല തന്നെ പറഞ്ഞായിരുന്നു. ഇതിന് പുള്ളി ഒരു പോസ്റ്റ് ആയിട്ടുണ്ട്, ആശംസകൾ അറിയിച്ചു. പുള്ളി ഷെയർ ചെയ്യാതിരുന്നപ്പോഴത്തെ അത് മോഹൻലാലിന്റെ മറ്റേ പോസ്റ്റ് ഷെയർ ചെയ്യാതിരുന്നപ്പോഴേ പുള്ളിയുടെ നിലവാരം എന്താന്ന് വെക്കാം. പിന്നെ അങ്ങനെ വേണം, എന്തായാലും ഇറക്കി കട്ടി ഇങ്ങനെ വെട്ടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവന്മാരോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പടത്തിനകത്തുണ്ട്. അതെ, ചിന്തു ചെയ്യും. അവതാര പുരുഷന്റെ പിള്ളേർക്ക് നോക്കത്തില്ല. ഇപ്പൊ എന്തായാലും ഈ ഖേദം പ്രകടിപ്പിച്ചൊരു മാപ്പല്ല കേട്ടോ. ഖേദം വേണ്ടായിരുന്നു, അത് പ്രകടിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു അഭിപ്രായം. ഇതിപ്പം നാളെ ഇവരെ പേടിച്ച് സിനിമ എടുക്കേണ്ട അവസ്ഥ വരും. അതെ, മലയാള സിനിമയിലെ ആൾക്കാർ പ്രതികരിക്കണമായിരുന്നു. എല്ലാരും മിണ്ടാതെ കയറി കഴിഞ്ഞാൽ നാളെ ഇവരുടെ പടത്തിന് നിൽക്കുമ്പോ അതെ എല്ലാവർക്കും കിട്ടും ഇതുപോലെ ഓരോന്ന്. 10-28 വെട്ടും. അതെ, വെട്ടും കുത്തും നോമേ. അന്നേരം അപ്പം എല്ലാരും പിന്നെ സ്വന്തം പടത്തിനാകുമ്പോ ചാടി ഇറങ്ങി. അതെ, ഇപ്പം വേറെ പടത്തിനായതുകൊണ്ട് എല്ലാരും മിണ്ടാതെ മാറി മാറി ഇരിക്കും. പേടിച്ചിട്ടാണ്, എന്തോ പേടിക്കാന്? അത് യുവന്മാരെയൊക്കെ പേടിച്ചിട്ട് വെട്ടാൻ നിൽക്കുന്നു. ഖേദം കോപ്പ് തേങ്ങ ഒന്നും പറയണ കാര്യം പടങ്ങളോട് പ്രദർശിപ്പിക്കുക, അത്ര ഒന്നായിരുന്നു. പിന്നേക്കാ എന്തോരം വിമർശനങ്ങളുള്ള സിനിമകൾ ഇറങ്ങുന്നു. ഇതെല്ലാം വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഇതിലും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതല്ലേ അവരുടെ മറ്റേ ഈ NIA സാധനമൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നത്. പിന്നെ എന്താണ് അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞിരുന്നത്. ഉള്ള പേരും പേര് മാറ്റി ബെൽറ്റ് ചെയ്ത് തന്നെ. ശരിയല്ലേ, മറ്റേ ബാഹുബജരംഗി ബജരംഗി ബജരംഗി പേരിട്ട് എന്തോ കുഴപ്പം? അത് യുവന്മാരുടെയൊക്കെ അതല്ല. എന്നിട്ട് ഇതെല്ലാം മാറ്റി ഇതൊക്കെ ഇവര് മാറ്റുന്നത് അല്ല, മൊത്തത്തില് അത് വിമർശിച്ചേക്കുമല്ലായിരുന്നു. ഇവർക്കെതിരാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നു. ചരിത്രം വളച്ചെടുക്കുക വന്നു. ചരിത്രമൊക്കെ എല്ലാവർക്കും കൂടെ അറിയാം. അറിയാം ചരിത്രം എല്ലാരും മനസ്സിലാക്കുന്ന എന്റെ ഒരു ചരിത്രം അറിയുന്നതിന്റെ കുഴപ്പമില്ല, വളച്ചെടുക്കുന്നു. എന്നിട്ട് ഇവര് വെട്ട് കേൾക്കുന്ന മ്യൂട്ട് ആക്കിയേക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴേ അറിയാം മുകളിൽ ഓർഡർ കൊടുത്തിട്ട് ഈ സാധനം ചെയ്തേക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഞങ്ങളെ കാര്യം നിർദ്ദേശങ്ങളൊന്നും തന്നിട്ടില്ല. അതെ, അല്ല പുള്ളിയുടെ പേര് കൊടുത്ത് മാറ്റിയല്ലോ. ആകെ എന്ന് കിട്ടത് ഒന്നുമില്ല. അപ്പൊ എന്തായാലും പിന്നെ ഇവർക്ക് എന്തായാലും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. എന്നുവെച്ചാ പടത്തിന്റെ എന്താ അവർക്ക് അവരുടെ അവകാശങ്ങളൊക്കെ എന്താ ചോദ്യം ചെയ്യപ്പെട്ടു, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും പടത്തിന്റെ കളക്ഷന്റെ ബേസ് വെച്ച് നോക്കുവാണെങ്കിൽ കാണുന്നില്ലെന്ന് വിചാരിച്ചവര് വരെ പോയി കണ്ടു. എന്തോ നമ്മൾ അറിയാൻ വേണ്ടി താഴെ കണ്ടിട്ടുണ്ട്. ഏതാ പറ്റി എനിക്ക് തോന്നിയിട്ട് ഈ പുലിമുരുകൻ ടൈമിൽ ഞാൻ ചിത്രം ഭയങ്കര റഷ് ഒക്കെ കാണുന്നത് ഇപ്പോഴാന്ന് തോന്നുന്നു ആൾക്കാരുടെ. അപ്പൊ എന്തായാലും പടം ഇനി എത്ര 10-20 കോടി കണ്ടായിരുന്നൊക്കെ ഒന്നുകൂടെ പോണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതെ, അതിന്റെ പുറം പോയി കാണണോ.
അപ്പം എന്തായാലും നമുക്ക് L3 വേണ്ടി വെയിറ്റ് ചെയ്യും. അന്നേരം വിവാദങ്ങൾ ഉണ്ടാക്കണം. അന്ന് കട്ട് ചെയ്തൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കാം. അല്ല, മുരളി ഗോപി തന്നെ എഴുതുന്നെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഈ സാധനമൊക്കെ ഫെയില്. അല്ല ഫുള്ള് കുറേശ്ശി അബ്രാമിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നാലും മുരളിയോ എന്നാണ് ഇനി ഇത്രയും വരും തോന്നുന്നില്ല. ഇത്രയും വരാൻ ചാൻസ് ഒന്നുമില്ല. ഇവര് പിന്നെ കുറച്ച് ഇനിയിപ്പം മോഹൻലാലൊക്കെ എന്തെങ്കിലും നിർവചനങ്ങൾ പിന്നെ ഇനി ശരിക്കും നോക്കും. എന്നാലും പുള്ളി നൈസായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. വരും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്റണി സാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ണൻ ഓക്കെ പറഞ്ഞ പിന്നെ അപ്പീലില്ല. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ മറ്റേ സിനിമ കാണാം. അതായിരിക്കും ബൈ.